ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. ലൈവിൽ ഇപ്പോൾ പൊരിഞ്ഞ അടി അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ. അനീഷിന്റെ മേൽ അക്ബർ കടന്നാക്രമണം നടത്തിയിരിക്കുന്നു. ഫിസിക്കൽ അസോൾട്ടിന് സമാനമായിട്ടുള്ള ഗുരുതരമായ ചില കൃത്യങ്ങളാണ് അക്ബർ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അക്ബർ ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണ് പറയുന്നത്, എന്താണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ആർക്കും പ്രവചിക്കുവാൻ കഴിയില്ല. അക്ബറിന് പോലും അറിയില്ല ദേഷ്യം വന്നാൽ അയാൾ എന്തായി തീരും എന്നുള്ളത്. ബിഗ് ബോസ് കൊടുത്തൊരു ടാസ്കിനോടുള്ള ബന്ധത്തിൽ അവിടെ നടന്ന പ്രശ്നങ്ങളാണ് ഒടുവിൽ അത് കയ്യാങ്കളിയിലേക്ക് എത്തുകയാണ്. സത്യത്തിൽ അനീഷ് അല്ല ഇവിടെ ആക്രമിക്കപ്പെടേണ്ട വ്യക്തി. അനീഷിനൊപ്പം ടാസ്കിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ആര്യനും ജിസയിലും അവരാണ് ഈ ടാസ്കിൽ കടുംപിടുത്തം പിടിച്ചുകൊണ്ട് ആ ടാസ്കിനെ നശിപ്പിച്ചത്. അനീഷ് ആ ടാസ്കിൽ ആദ്യം തന്നെ തനിക്ക് ലഭിച്ച സ്ഥാനം അത് കൃത്യമായി സംരക്ഷിച്ചുകൊണ്ട് താൻ തന്റെ ഗെയിമുമായിട്ട് മുൻപോട്ട് പോവുകയായിരുന്നു. വിശദമായിട്ട് അതിനെക്കുറിച്ച് പിന്നീടൊരു വീഡിയോയിൽ പറയാം, എന്തായിരുന്നു ടാസ്ക്, എങ്ങനെയായിരുന്നു കാര്യങ്ങളെന്ന്. പക്ഷേ ഒരഭിപ്രായ ഐക്യത്തിലേക്ക് എത്തുവാൻ കഴിയാതിരുന്നത് കൊണ്ട് ഈ ടാസ്ക് പാതി വെച്ച് ഉപേക്ഷിക്കേണ്ടി വന്നു. ആക്ടിവിറ്റി ഏരിയയിൽ നിന്ന് എല്ലാവരും മടങ്ങി ഹാളിലേക്ക് എത്തുന്നു. തുടർന്ന് അപ്പാനി ശരത്തും അക്ബറും കൂടി അനീഷിനെതിരെ അതിരൂക്ഷമായ രീതിയിൽ പ്രതികരിക്കുകയും അയാളെ ഇപ്പോൾ തല്ലും എന്ന രീതിയിൽ അതിശക്തമായി അയാൾക്കെതിരെ കയ്യേറ്റ ശ്രമം നടത്തുകയും ചെയ്യുകയായിരുന്നു. ഇതിനിടയിൽ പല ആവർത്തി അനീഷിനെ മോശമായ പല വാക്കുകൾ കൊണ്ടും അദ്ദേഹം സംബോധന ചെയ്തു. ഒടുവിൽ കലി അടങ്ങാഞ്ഞിട്ട് അവിടെ ഇരുന്നൊരു പ്രോപ്പർട്ടി വലിച്ച് അനീഷിന്റെ നേരെ എറിഞ്ഞു. ആ പ്രോപ്പർട്ടി പില്ലോയാണ്. പില്ലോ എടുത്തെറിഞ്ഞത് കൊണ്ട് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ഒരു ചോദ്യത്തിന്റെ മറുപടി ഈ സമയത്ത് അയാളുടെ കയ്യിൽ മറ്റെന്ത് കിട്ടിയിരുന്നോ ആ കിട്ടുന്ന സാധനം എടുത്ത് അയാളെ എറിയുമായിരുന്നു. അക്ബറിന്റെ മുൻപിൽ അപ്പോൾ കണ്ടത് ആ പില്ലോയായിരുന്നു. അതുകൊണ്ട് അനീഷ് രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. ഇല്ലായിരുന്നുവെങ്കിൽ മിക്കവാറും അനീഷ് ഇന്നോടുകൂടി പടമാകുമായിരുന്നു. അത്രമാത്രം കോപം. ഇത്രയൊന്നും കോപത്തിന്റെ ആവശ്യമില്ല. ബിഗ് ബോസ് പോലൊരു ഷോയിൽ പല കാര്യങ്ങളും നടക്കും. പ്രകോപനം ഉണ്ടാകത്തക്കവണ്ണം പല ടാസ്കുകളും വരും. പ്രകോപനങ്ങളെ നിയന്ത്രിക്കുക, സഭ്യമായ ഭാഷയിൽ സംസാരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ബിഗ് ബോസ് എപ്പോഴും പറയുന്നത്. ലാലേട്ടൻ വരുമ്പോൾ പറയുന്നത്. ഇതിനകത്തേക്ക് കയറ്റി വിടുന്നതിന് മുമ്പ് നിയമം പലയാവർത്തി അവരെ പറഞ്ഞ് മനസ്സിലാക്കിയാണ് കയറ്റി വിടുന്നത്. എന്നിട്ടും ഇവരുടെ കോപമൊന്നും ഇവർക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഗുരുതരമായ കൃത്യവിലോപം എന്ന് മാത്രമാണ് പറയാനുള്ളത്. എന്തായാലും അനീഷിന്റെ ദേഹത്ത് ആ പില്ലോ കൊണ്ടോ ഇല്ലയോ എന്നുള്ളത് അവിടെ വിഷയമല്ല. അയാളെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. ബിഗ് ബോസ് വീട്ടിലുണ്ടായിരുന്ന ഒരു പ്രോപ്പർട്ടി എടുത്ത് മറ്റൊരാളിന് അപകടമുണ്ടാകുന്ന രീതിയിൽ എറിഞ്ഞു എന്നുള്ളതാണ്. അനീഷിനെതിരെ പലരും അവിടെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഈ സംഭവം കണ്ടപ്പോഴേക്കും അത് ചെയ്യാൻ പാടില്ല എന്ന് അവിടെ ധാരാളം പേർ അക്ബറിനോട് പറയുന്നുണ്ട്. ഇത് ബിഗ് ബോസ് വീട്ടിലൊരു പ്രോപ്പർട്ടിയാണ്. ആ പ്രോപ്പർട്ടി എടുത്ത് മിസ്യൂസ് ചെയ്യാൻ പാടില്ല. ഇത് ഫിസിക്കൽ അസോൾട്ടിന്റെ വകുപ്പിൽ പെടുന്നതാണ്. അത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ അയാൾ അത് അംഗീകരിക്കുന്നില്ല. അയാൾ അനീഷിനെതിരെ കത്തി കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കൃത്യമായിട്ടും ബിഗ് ബോസ് ചോദ്യം ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അനുവദിച്ചു കൊടുക്കുവാൻ പാടില്ല. അക്ബറിന്റെ പേരിൽ ഇതിനോടകം പല കംപ്ലൈന്റുകളും വന്നു കഴിഞ്ഞു. ഇത് വീണ്ടും വീണ്ടും കണ്ണടച്ച് വിടുകയാണെന്നുണ്ടെങ്കിൽ ഈ സീസൺ തീരുന്നതിന് മുമ്പ് തനിക്ക് ഇഷ്ടമില്ല എന്ന് തോന്നുന്ന ആൾക്കാരെ, തനിക്ക് ദേഷ്യമുണ്ടാകുന്ന സാഹചര്യങ്ങളിൽ അയാൾ ചിലപ്പോൾ കൊന്നുകളയാനും മടിക്കില്ല. വളരെയധികം പ്രകോപനമുണ്ടാകുന്ന ഒരു ടാസ്ക് തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരുന്നത്. ആ ടാസ്കിനെ കുറിച്ച് അടുത്തൊരു വീഡിയോയിൽ പറയാം. ലൈവ് കണ്ടിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും പറയുവാൻ മറക്കരുത്. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം.